നമ്മൾ പുറപ്പാട് ദിവസമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുറപ്പാട് ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, പ്രധാനമായിട്ടും ചിന്തിച്ച കാര്യം, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 7 ദിവസത്തെ ഉത്സവം ഇസ്രായേൽ ആചരിക്കണമെന്ന് മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിനോട് കൽപ്പിക്കുകയുണ്ടായി. ആ 7 ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചിന്തിച്ചു. അത് പൂർണ്ണതയാണ്. ദൈവത്തിന്റെ വചനത്തിൽ 7 കാണുന്ന പൂർണ്ണതയാണ്. അപ്പോ ആ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിക്കേണ്ടത് ആരാണ് എന്ന് നമ്മൾ അവിടെ ചിന്തിക്കുകയുണ്ടായി. അത് പെസഹ പെരുന്നാൾ ആചരിച്ചതിന് ശേഷം ഉള്ള തുടർമാനമായ 7 ദിവസമാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കി ചിന്തിച്ചു. നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം എന്ന് ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. അപ്പൊ ജീവിതത്തിലെ ഉടനീളം കഷ്ടത, യേശുക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ് ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. എന്താണ് കഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനകളോ സാമ്പത്തിക ക്ലേശങ്ങളോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളെക്കാൾ ഉപരിയായി കഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, കഷ്ടം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കുന്നതാണ് കഷ്ടം. സ്വന്തം ഇഷ്ടം ചെയ്യുന്നത് കഷ്ടമല്ല, സ്വന്തം ഇഷ്ടം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടം തന്നെയാണ്. എന്നാൽ അതിന് വിപരീതമായി, അതിനെതിരായി നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കുന്നത് ആണ് കഷ്ടം. യേശു ക്രിസ്തു എല്ലാ ദിവസവും നാൾതോറും 33 വർഷവും യേശു ക്രിസ്തു സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ചിട്ട് തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തതുപോലെ നാമും നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെയും ദൈവത്താൽ വിളിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങപ്പെട്ട നാമും എല്ലാ ദിവസവും സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ച് നാൾതോറും ക്രൂശെടുത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെ പിൻപറ്റണം എന്നുള്ളൊരു ധ്വനിയാണ് ഈ കാര്യത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. നമ്മൾ ഇന്ന് 34-ാം അധ്യായത്തിലേക്ക്, അതിന്റെ 24-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 34-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം: നിന്റെ നിലത്തിലെ ആദ്യ വിളവിന്റെ ആദ്യ ഫലം ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം. നമുക്കറിയാം, ഈ ന്യായപ്രമാണം എബ്രായലേഖനം നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ട കാര്യം, നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ന്യായപ്രമാണം എന്നുള്ളത്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമായിരുന്നില്ല എന്ന് പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പോ ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് വരാനുള്ള നന്മകളുടെ നിഴലാണ്. നമ്മൾ അത് തന്നെയല്ല, പൗലോസിന്റെ എഴുത്തുകൾ, ലേഖനങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ എഴുതി, ആകയാൽ വാവ്, ശബത്ത്, പെരുന്നാൾ ഇവ സംബന്ധിച്ചൊന്നും ആരും നിങ്ങളെ വിധിക്കരുത്, ഇത് വരാനുള്ള നന്മകളുടെ നിഴലായിരുന്നു അവിടെയും നമ്മൾ വായിക്കും. അപ്പൊ ഈ ന്യായപ്രമാണം പഠിക്കുമ്പോൾ, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം വരാനുള്ള നന്മകളുടെ നിഴലാണ്. അപ്പൊ അങ്ങനെ മോശയുടെ ന്യായപ്രമാണത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, ആദ്യ വിളവിന്റെ ആദ്യ ഫലം ആലയത്തിൽ കൊണ്ടുവരണം. ഈ ആദ്യ വിളവിന്റെ ആദ്യ ഫലം എന്താണ്? ഒരു കാലത്ത് മിക്കവരും സമുദായങ്ങളിൽ അങ്ങനെയുള്ള രീതികളിൽ ആയിരുന്ന സമയത്ത്, എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ആദ്യഫല പെരുന്നാൾ എന്ന് പറയുന്നത് പള്ളിയിൽ ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു. ആദ്യഫലം എന്ന് പറഞ്ഞാൽ അന്ന് പറമ്പിലുണ്ടായിരുന്നു ചേനയും ചേമ്പും കാച്ചിലും അല്ലെങ്കിൽ വാഴക്കുലയോ അങ്ങനെയുള്ള കുറെ പറമ്പിലുണ്ടായ കുറെ സാധനങ്ങളൊക്കെ ആയിരുന്നു ആദ്യഫലമാണെന്ന് പറഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നു. അത് ഇന്നും ചില സ്ഥലങ്ങളിലൊക്കെ തുടരുന്നുണ്ട്. ഞാനതിനെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാൽ ആദ്യഫലം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എന്താണ് ആദ്യഫലം? ആദ്യഫലം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നു, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് നമ്മൾ വായിക്കുന്നു. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ഉയർത്തെഴുന്നേറ്റതാണ് യഥാർത്ഥത്തിൽ ആദ്യ ഫലം. അപ്പൊ ഇവിടെ വായിക്കുന്നു, ആദ്യ വിളവിന്റെ ആദ്യ ഫലം ആലയത്തിൽ കൊണ്ടുവരണം. അപ്പൊ ആദ്യ വിളവിന്റെ ആദ്യ ഫലം അത് ക്രിസ്തുവാണ്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതിന് ആണ് ആദ്യ വിളവ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവാണ് ആദ്യ ഫലമായി, ആദ്യ വിളവായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ക്രിസ്തു ആദ്യ ഫലം ആണ്. അപ്പോൾ തന്നെ ആദ്യ ഫലത്തിന്റെ പ്രഥമ ഫലം ആണ് ക്രിസ്തു, യേശു ക്രിസ്തു. ഈ കൊയ്ത്തിന്റെ പ്രമാണം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇസ്രായേലിന്റെ കൊയ്ത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് 100 കണക്കിന് ഏക്കർ കൊയ്യാൻ വളഞ്ഞു കിടപ്പുണ്ടെങ്കിലും അതിന്റെ ഒരു കറ്റ മാത്രമേ ആദ്യത്തെ ദിവസം കൊയ്യാൻ പാടുള്ളൂ. ഒറ്റ ഒരു കറ്റ. ആ ഒരു കറ്റ കൊയ്തിട്ട്
ഈ ഒരു കറ്റ അവർ ദേവാലയത്തിൽ കൊണ്ടുചെല്ലണം. ദേവാലയത്തിലുള്ള പുരോഹിതൻ ഈ ഒരു കറ്റ അവൻ ഈ കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവൻ എന്നെ നീരാജനം ചെയ്ത് ആ ദൈവസന്നിധിയിൽ അഥവാ ആ ആലയത്തിൽ അവൻ ചേർക്കണം. പുരോഹിതൻ അത് ചെയ്യണം. അങ്ങനെ അതിന് നീരാജന കറ്റാന്നും ഒരു പേരിൽ നമ്മൾ അറിയപ്പെടും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നീരാജന കറ്റ, നീരാജനത്തിന്റെ കറ്റ. ആ നീരാജനത്തിന്റെ കറ്റ പുരോഹിതൻ ഈ ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നീരാജനം ചെയ്ത് ദൈവസന്നിധിയിൽ ചേർക്കണം. അത് നമ്മൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രവേശിച്ചതിനെയാണ് കാണിക്കുന്നത്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കറ്റ എന്ന് പറയുന്നത് ഒരു മണിയല്ല. ഒരു കറ്റയിൽ എത്രയോ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്ര മണികളുണ്ട്. അപ്പൊ ഈ ഒരു കറ്റ അവിടെ കൊണ്ടുചെല്ലുന്നു എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു മണി മാത്രമാണ്. അനേക മണികളാണ് അവിടെ ചെന്നു. കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പം സംഭവിച്ച കാര്യം നമ്മൾ സങ്കീർത്തനത്തിലും മറ്റു ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പം യേശു ക്രിസ്തു മാത്രമല്ല ദൈവരാജ്യത്തിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയത്, അവൻ ബദ്ധന്മാരെ പിടിച്ചു, ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നു. അപ്പോ ഹാബേൽ മുതൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സമയം വരെ, അതോ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് വരെ, അല്ലെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന സമയം വരെ ഹാബേൽ മുതൽ ഉണ്ടായിരുന്ന സകല വിശുദ്ധന്മാരും വിശ്രമിച്ചിരുന്ന ഒരു സ്ഥലം ഈ പാതാളത്തിൽ, ഭൂമിയുടെ അടിയിലുള്ള അതോ സ്ഥലത്തായിരുന്നു പാതാളം എന്ന് പറയുന്നു. ആ പാതാളം എന്ന് പറയുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ വിശ്രമിച്ചിരുന്ന ആ സ്ഥലത്തിനാണ് അത് പാതാളത്തിലായിരുന്നു. അതിന് ആണ് അബ്രഹാമിന്റെ പടി എന്നും പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പം ഈ അബ്രഹാമിന്റെ മടിയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ പാതാളത്തിൽ ഉണ്ടായിരുന്ന സകല വിശുദ്ധന്മാരുടെ ആത്മാക്കളെ യേശു ക്രിസ്തുവിനോട് കൂടെ സ്വർഗരാജ്യത്തിലേക്ക് യേശു ക്രിസ്തു പോയി. അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരങ്ങളിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങൾ. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പം യേശു ക്രിസ്തു മാത്രമല്ല, യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ, സ്വർഗാരോഹണം എന്ന് ഞാൻ പറയുന്നത് യേശു ക്രിസ്തു 40 ദിവസത്തിന് ശേഷം ആ ഒലിവ് മലയിൽ നിന്ന് പോയ കാര്യമല്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ ഞായറാഴ്ച വെളുപ്പാങ്കാലത്ത്, ഞായറാഴ്ച അതിരാവിലെ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തിരുന്നു. ആ സമയത്ത് കർത്താവ് യേശു ക്രിസ്തു മാത്രമല്ല, ഒരു കറ്റയാണ് ദേവാലയത്തിൽ ചേർക്കപ്പെട്ടത്. ഒരു മണിയല്ല, ഒരു കറ്റയാണ്. അനേക വിശുദ്ധന്മാര്, അതുവരെ ഈ അബ്രഹാമിന്റെ മടി എന്ന സ്ഥലത്തുണ്ടായിരുന്ന സകല വിശുദ്ധന്മാരും ആയിട്ടാണ് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയത് ആ സമയത്ത്. അപ്പൊ ഇപ്പോ ആ സ്ഥലം യഥാർത്ഥത്തിൽ കാലിയാണ്. ഇപ്പോ ഒരു മനുഷ്യൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, യേശു ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ട ഒരു വിശുദ്ധൻ മരിക്കുന്ന സമയത്ത് അവന്റെ ആത്മാവ് പോകുന്നത് അബ്രഹാമിന്റെ മടി സ്ഥലത്തേക്കല്ല ഇപ്പൊ പോകുന്നത്. എന്നാൽ ഒരു ദുഷ്ടൻ, നീതീകരിക്കപ്പെടാത്ത ഒരു പാപിയായ മനുഷ്യന്റെ ആത്മാവ് ഇപ്പോഴും പാതാളത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് തിരുവചനങ്ങളുടെ തെളിവുകളിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. അപ്പോ ഇവിടെ നമ്മൾ വായിച്ചത് 34 പുറപ്പാട് 24:26 വായിച്ചത്, ആദ്യ വിളവിന്റെ ആദ്യ ഫലം ആലയത്തിൽ കൊണ്ടുവരണം. ഇത് എന്താണ് ഈ ആദ്യഫലം? ആദ്യഫലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൃഷി ഭൂമിയിൽ ഉണ്ടാക്കുന്ന യാതൊരു കപ്പയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. നേരെ മറിച്ച് ഇത് മനുഷ്യന്റെ ആത്മാക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ സ്പഷ്ടമായും വ്യക്തമായും ദൈവവചനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അതിനു വേണ്ടി 2 വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ആവശ്യമാണ്. അത് ഒന്ന്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലം ആകേണ്ടതിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കും. അപ്പൊ നമ്മളാണ് ആദ്യഫലം ആയിത്തീരേണ്ടത്. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കർത്താവ് യേശു ക്രിസ്തുവിനോടുകൂടി ദൈവരാജ്യത്തിൽ നിത്യതയിലായിരിക്കാനാണ്. നമുക്ക് ശരിയാ. പക്ഷെ അപ്പോൾ തന്നെ നാം ഒരു ആദ്യഫലമായി തീരും. നാം ആദ്യഫലമാകേണ്ടതിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് യാക്കോബിന്റെ പറയും. വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു,
അവര് ദൈവത്തിനും ക്രിസ്തുവിനും വേണ്ടി മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് വെളിപ്പാട് വായിക്കുന്നു. അപ്പൊ ഇത് ആദ്യ ഫലം എന്ന് പറയുന്നത് മറ്റ് മെറ്റീരിയൽ ഒന്നുമല്ല. ഇത് നാം ഓരോരുത്തരുമാണ്, അല്ലെങ്കിൽ മനുഷ്യരാണ്, ദൈവ മക്കൾ ആണ് ഇതെന്ന് നമുക്ക് ഈ 2-3 ഭാഗങ്ങളിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇപ്പോ നാം അവന്റെ സന്നിധിയിൽ ഒരുവിധം ആദ്യ ഫലം ആകേണ്ടതിനാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാം മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് നാം ദൈവത്തിനും ക്രിസ്തുവിനും ആദ്യ ഫലമായി തീരേണ്ടതിനാണ്. അപ്പൊ എന്താണ് ഈ ആദ്യഫലം? ആദ്യഫലം എന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയായി ആദ്യഫലത്തിനുണ്ടല്ലോ. ആദ്യഫലം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ജനിക്കുന്ന മനുഷ്യനെന്നോ മരിക്കുന്ന മനുഷ്യനെന്നോ അല്ല. ആദ്യഫലം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിനെയാണ് ആദ്യഫലം എന്ന് പറയുന്നത്. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യഫലമാണോ അല്ലയോ തീരുമാനം വരുന്നത്. അപ്പോ ക്രിസ്തു ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെയാണെങ്കിൽ ഈ മരിക്കുന്നതല്ല, നേരെ മറിച്ച് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ആദ്യഫലത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആദ്യഫലം എന്ന് പറയുന്നത് ആദ്യഫലമാകുമെങ്കിൽ അത് ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുന്നതായി. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നമ്മൾ ദൈവത്തിന്റെ ഭാഗത്ത് വായിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരിൽ സംഭവിക്കുന്ന കാര്യം, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. ഇങ്ങനെ 4 ഘട്ടങ്ങളാണ്, 4 കാര്യങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ നമ്മളുടെ ഉയർപ്പ് ഏത് ഗണത്തിൽ വരുന്നു, ഏത് സമയത്ത് വരുന്നു, ഏത് ആരോട് ഒപ്പം നമ്മൾ എഴുന്നേൽക്കുന്നു എന്നുള്ളതെല്ലാം ആണ് നാം ആദ്യഫലമാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നു. ആദ്യഫലത്തിന്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഒരു വീട്ടിൽ ഉണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞിനെ ആദ്യഫലമായിട്ട് ഗണിക്കുന്നു. അപ്പോൾ ആ ആദ്യഫലത്തിന്റെ പ്രത്യേകത ഈ ഇസ്രായേലിലെ അതിന് കടിഞ്ഞൂൽ എന്ന് ആണ് പേർ പറയുന്നത്. അപ്പൊ ഈ കടിഞ്ഞൂൽ എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ യോഗ്യത അധികം ഉണ്ട് എന്ന് ദൈവം നിശ്ചയിച്ചിരിക്കും. കടിഞ്ഞൂൽ എന്ന് പറയുന്നത്, കടിഞ്ഞൂലിന്റെ വീണ്ടെടുപ്പിന്റെ വില 5 ശേക്കൽ വെള്ളിയാണ്. സാധാരണ ഒരു ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന്റെ വില 1/2 ശേക്കലാണ്. എന്നാൽ കടിഞ്ഞൂലിന്റെ വീണ്ടെടുപ്പിന്റെ വില 1/2 ശേക്കലല്ല, 5 ശേക്കലാണ്. എന്ന് മാത്രമല്ല, ഒരു വീട്ടില് ഒരു ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിച്ചാൽ അവൻ ആ ആദ്യ ഫലത്തിന്, അഥവാ ആ ആദ്യത്തെ അവനുള്ളതാണ് ജ്യേഷ്ഠാവകാശം. ആദ്യമായി ജനിക്കുന്നവനാണ് ജ്യേഷ്ഠൻ. അതിന് ശേഷം ജനിക്കുന്നവർ അനിയന്മാരാ, അല്ലെ അനുജത്തിമാരാ. അപ്പോ ഈ ഒരു കുടുംബത്തിന്റെ ജ്യേഷ്ഠ അവകാശം എന്ന് പറയുന്നത് ആദ്യമായി ജനിക്കുന്നവന് കിട്ടുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും ജ്യേഷ്ഠനാണ്. യേശു ക്രിസ്തുവിനാണ് ജ്യേഷ്ഠാവകാശം ഉള്ളത്. അപ്പൊ ഈ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് അനിയന്മാർക്കുള്ളതിനേക്കാൾ ഇരട്ടി പങ്ക് ജ്യേഷ്ഠനുണ്ട്. ഒരു കുടുംബത്തില് 3 ഏക്കർ സ്ഥലം ഒരു അപ്പനുണ്ട് സങ്കല്പിക്കുക. നമ്മുടെ നാടൻ രീതിയിൽ ചിന്തിച്ചാൽ 3 ഏക്കർ സ്ഥലം ഒരു അപ്പനുണ്ട്. നമ്മൾ സാധാരണ വീതം വെക്കുകയാണെങ്കിൽ 2 മക്കളും ഉണ്ട്. നമ്മൾ വീതം വെക്കുകയാണെങ്കിൽ 1.5 ഏക്കർ വീതം ഓരോ ന്യായം അതായതുകൊണ്ട്, അതാണ് നമ്മളെ വീട്ടിൽ തോന്നുന്നത്, 2 മക്കൾക്കും 1.5 ഏക്കർ വീതം തുല്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ അപ്പനൊരു സംതൃപ്തി ഉണ്ടാകും. വളരെ കൃത്യമായി ന്യായമായ കാര്യമാണ് അപ്പൻ ചെയ്തതെന്നുള്ള ബോധ്യം ഉണ്ടാകും, ആ ഒരു ചിന്ത ഉണ്ടാകും. എന്നാല് ഈ ഇസ്രായേലിലെ തത്വപ്രകാരം അവന് ആദ്യജാതന്, കടിഞ്ഞൂലിന്, അല്ലെങ്കിൽ ജ്യേഷ്ഠന് ഉള്ള അവകാശം എന്ന് പറയുന്നത് ഇരട്ടി പങ്കാണ്. ഇരട്ടി പങ്കെന്ന് പറഞ്ഞാൽ 3 ഏക്കർ സ്ഥലം ഒരു അപ്പനുണ്ടായിരുന്നു. 1.5 ഏക്കർ വീതമല്ല കൊടുക്കും. അത് 2 ഏക്കർ ജ്യേഷ്ഠനും കൊടുക്കും, 1 ഏക്കർ അനിയനും കൊടുക്കും. എന്നാൽ മാത്രമേ അനിയന്റെ ഇരട്ടി പങ്ക് ജ്യേഷ്ഠന് വരത്തുള്ളൂ. അനിയന് 1 ഏക്കർ കിട്ടുമ്പോൾ ജ്യേഷ്ഠൻ 2 ഏക്കർ. ഇപ്പൊ ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് ഇരട്ടി പങ്കാണ്, ഒന്ന്. രണ്ടാമത്, ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് ആ വീടിന്റെ അപ്പൻ കഴിഞ്ഞാൽ പിന്നെ ആ വീടിന്റെ പ്രഭുസ്ഥാനം ജ്യേഷ്ഠനുള്ളതാണ്, പ്രഭുസ്ഥാനം. ഇപ്പൊ 2 യോഗ്യതകള് ഈ ജ്യേഷ്ഠനുണ്ട്. ഒന്ന്, ഇരട്ടി പങ്കിന് അവകാശിയാണ്. 2,
ആ കുടുംബത്തിന്റെ അപ്പൻ കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിന്റെ പ്രഭു ആയിരിക്കേണ്ടത് ജ്യേഷ്ഠനാണ്. അപ്പൊ ഈ രണ്ട് അവകാശങ്ങളും ജ്യേഷ്ഠന് ഉള്ളതാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഏശാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഏശാവ് തന്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. അവൻ ഇരട്ടി പങ്കും യാക്കോബിനേക്കാൾ ഇരട്ടി പങ്കും ആ കുടുംബത്തിന്റെ നാഥനും അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ മേലധികാരിയും ആയിരിക്കേണ്ടത് ഏശാവായിരുന്നു. പക്ഷെ അവൻ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമായി ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ അവക്തനായി തീരരുത് എന്ന് അതുകൊണ്ടാണ് നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. നമുക്കൊരു ജ്യേഷ്ഠാവകാശം ആണ് നമുക്കുള്ളത്, ഒരു ജ്യേഷ്ഠാവകാശം. ഇപ്പോ നമ്മൾ ഇവിടെ മോശയോട് പറഞ്ഞിരിക്കുന്നത് ആദ്യ വിളവിന്റെ ആദ്യ ഫലം ആലയത്തിൽ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആണ് ആ ആദ്യ ഫലം എന്ന് നാം പറഞ്ഞു. അപ്പൊ നാമും ആ യേശു ക്രിസ്തുവിനോടുകൂടെ നാം ഒരുവിധം ആദ്യ ഫലം ആകേണ്ടതിനാണ്, തന്റെ സൃഷ്ടികളിൽ നാം ഒരുവിധം ആദ്യ ഫലം ആകേണ്ടതിനാണ് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ കണ്ടു. എന്ന് മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ നാം കണ്ടു, ദൈവത്തിനും ക്രിസ്തുവിനും വേണ്ടി നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്, മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ആദ്യഫലമാകേണ്ടത്. അപ്പം ആദ്യഫലം എന്ന് പറഞ്ഞാൽ ആദ്യം മരിക്കുന്നതല്ല, ആദ്യം ജനിക്കുന്നതുമല്ല. ആദ്യഫലം എന്ന് പറഞ്ഞാൽ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ പടി എന്താണെന്ന് നമ്മൾ ദൈവം അനുവദിച്ചാൽ നമ്മൾ വരും കാലങ്ങളിൽ ദൈവം നമ്മളെ അത് ഗ്രഹിക്കാൻ സഹായിക്കട്ടെ. ആ സമയത്ത് നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. അപ്പൊ ആ ഉയർപ്പിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ അത് എന്താണ് നമുക്ക് കുറച്ചും കൂടെ വ്യക്തതയോടെ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. നമ്മള് രണ്ട് പുനരുദ്ധാനത്തെ കുറിച്ച് അതിന്റെ സൂചകമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ രണ്ട് പുനരുദ്ധാനത്തെ കുറിച്ച് വായിക്കുന്നു. അവിടെ ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന ഒരു പുനരുദ്ധാനവും കാണുന്നുണ്ട്. ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഒരു പുനരുദ്ധാനം ഉണ്ട് എന്നുള്ളത് ആണ് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെ, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധരുമാകുന്നു, രണ്ടാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. എന്ന് മാത്രമല്ല, 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാഴുന്നത് ഒന്നാമത്തെ പുനരുദ്ധാനത്തിലുള്ളവരാണ്. ഈ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ 5 ഉയർപ്പിൽ ഉള്ള ആളുകൾ വരുന്നുണ്ട്. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ദൈവം അന്വേഷിച്ചാൽ നമുക്ക് പഠിക്കാൻ നമുക്ക് ദൈവം നമ്മളെ എല്ലാവരെയും അനുവദിക്കട്ടെ. അപ്പൊ ഇവിടെ 34-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഇതായിരുന്നു, ആദ്യ വിളവിന്റെ ആദ്യ ഫലം ആലയത്തിൽ കൊണ്ടുവരണം. 34-ാം അധ്യായത്തിന്റെ ഈ 29-ാമത്തെ വാക്യം വായിക്കുമ്പോ ദൈവം മോശയുടെ കയ്യിലുള്ള മോശ പർവ്വതത്തിൽ 10 കൽപ്പനകളുമായിട്ട് 2 കൽപ്പനകൾ ദൈവം കൊടുത്ത കൽപ്പനകളിൽ ദൈവം എഴുതി കൊടുത്ത പ്രമാണവുമായിട്ട് 10 കൽപ്പനകളുമായിട്ട് മോശ ഇറങ്ങി വന്നപ്പോൾ അവരുടെ പാളയത്തിലെ ആരവാരങ്ങളൊക്കെ കേട്ടു. അത് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിന് മുമ്പിൽ ഗാനപ്രതിഗാനം ചെയ്തതായിരുന്നു. അപ്പൊ മോശ ഈ കൽപ്പന രണ്ടും എറിഞ്ഞുടച്ചു കളഞ്ഞു. എന്നാൽ വീണ്ടും മോശ 2 കൽപ്പനകളുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കയറിപ്പോയി. ദൈവം മോശയോട് പിന്നെ രണ്ടാമതും ഈ കൽപ്പനകളിലെ നിയമങ്ങളും പ്രമാണങ്ങളും എഴുതി കൊടുത്തു. അങ്ങനെ 40 ദിവസം ദൈവത്തോടു കൂടെ ആയിരുന്നു മോശ. ഈ 40 ദിവസത്തെ മോശ ദൈവത്തോടു കൂടെയുള്ള സംസർഗത്തിന് ശേഷം മോശ ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചിരുന്നു. ആ ത്വക്ക് ഭയങ്കര ഷൈനിങ് ഉള്ളതായിട്ട്, വളരെ പ്രകാശമുള്ളതായിട്ട്. ആ പ്രകാശ നിമിത്തം ഇസ്രായേലിന് ആ വെളിച്ചം നിമിത്തം, ആ ഷൈനിങ് നിമിത്തം ഇസ്രായേലിന് മോശയുടെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞു. അപ്പൊ മോശ എന്ത് ചെയ്തു? മോശ ഒരു തുണി കൊണ്ട് തന്റെ മുഖം മറച്ചു. ഒരു തുണി തന്റെ മുഖത്തിട്ട് മറച്ചു. അപ്പൊ ഇസ്രായേൽ മക്കൾക്ക് മോശയുടെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ രൂപാന്തര ശരീരങ്ങളായി നമ്മൾ തീരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു എപ്രകാരമായിരിക്കുന്നു അതുപോലെ തന്നെ നാം ആയി തീരും എന്ന വാഗ്ദത്തം കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് തന്നിരിക്കുന്നുണ്ട്. നാമും കർത്താവിനെ പോലെ ആയിത്തീരുന്ന ഒരു സമയമുണ്ട്. അന്ന് നമ്മൾ ഇതുപോലെ വളരെ പ്രകാശം ഉള്ളവരായി തീരും എന്ന് നമ്മുടെ ദൈവത്തിന്റെ
നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ രീതിയിൽ നമ്മൾ രൂപാന്തരപ്പെടണം, രൂപാന്തര ശരീരങ്ങളായി തീരണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നമ്മൾ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ആ രൂപാന്തര ശരീരങ്ങളായി തീരത്തുള്ളൂ. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ അതാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 1-2 12-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പുസ്തകമുള്ള യാഗമായി സമർപ്പിപ്പീൻ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പൊ ഈ ലോകത്തോട് അനുരൂപരാകാത്ത ഒരു ജീവിതം, ഈ ലോകത്തിന്റെ അനുസൃതമല്ലാത്ത മറ്റൊരു ജീവിതം എന്ന് വെച്ചാൽ നാം എവിടുത്തുകാരാണോ അവിടുത്തുകാരെ പോലെ ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ നാം അവിടുത്തുകാരായിത്തീരും. അല്ലെങ്കിൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പോ സ്വർഗത്തിലെ പൗരന്മാരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നിബന്ധനകള്, നിയമങ്ങള് ഈ ഭൂമിയിലേതല്ല, സ്വർഗത്തിലേതായിരിക്കും. ഒരു പൗരൻ എവിടുത്തുകാരനാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് അവൻ ഏത് നിയമമാണ് അനുസരിക്കുന്നത് എന്നതിനെ ആശ്രയിക്കാം. അവൻ ഈ ഇന്ത്യയിൽ ജനിച്ച ഒരുത്തൻ അല്ലെ കേരളത്തിൽ ജനിക്കുന്ന ഒരുത്തൻ കേരളത്തിലെ നിയമം അല്ലെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ജീവിക്കുന്നു. എന്നാൽ ഒരു പാശ്ചാത്യ ലോകത്തിൽ ജനിച്ച ഒരുവനാണെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങളല്ല അനുസരിക്കുന്നതും നേരെ മറിച്ച് അവൻ അവിടുത്തെ നിയമം അനുസരിക്കും. അപ്പൊ നമ്മളെ ജനിച്ചിരിക്കുന്ന രാജ്യത്തിന്റെ ഏത് രാജ്യത്തിന്റെ പൗരന്മാരാണോ നമ്മൾ ആയിരിക്കുന്നത്, ആ രാജ്യത്തിന്റെ നിയമാനുസൃതമായ ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചാൽ മാത്രമേ നാം സ്വർഗത്തിലെ പൗരന്മാരായിരിക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ നിയമം അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചാൽ മാത്രമേ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യം, ഇപ്പൊ ഇസ്രായേൽ ജനങ്ങള് മോശയുടെ മുഖത്ത് ഇസ്രായേലിൽ നോക്കാൻ കഴിയുന്നില്ല. കാരണം ദൈവവുമായിട്ട് 40 ദിവസം സംസർഗത്തിലായിരുന്ന മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു. മോശ എന്തിനാ അവിടെ ആയിരുന്നത്? മോശ അവിടെ ആയിരുന്നത് ഇസ്രായേൽ ജനങ്ങൾക്കുള്ള ഈ ന്യായപ്രമാണം ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ന്യായപ്രമാണം മോശ ഏറ്റുവാങ്ങി താഴേക്ക് വന്നപ്പം പർവ്വതത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ താഴേക്ക് ഇസ്രായേലിന്റെ ജനങ്ങളുടെ പാളയത്തിലേക്ക് വന്ന മോശ ത്വക്ക് പ്രകാശിച്ചു. എന്നാൽ ഈ ന്യായപ്രമാണത്തെ കുറിച്ച് വായിക്കുന്നത്, ന്യായപ്രമാണം നീക്കം വരുന്നതാണ്. ന്യായപ്രമാണം നീങ്ങിപ്പോയി. ഇപ്പൊ ന്യായപ്രമാണമല്ല നമ്മൾ അനുസരിക്കുന്ന, ന്യായപ്രമാണമല്ല, നേരെ മറിച്ച് അതിനേക്കാൾ കടുകട്ടിയായ ഒരു പ്രമാണം ആണ് നമ്മൾ അനുസരിക്കുന്നത്. ന്യായപ്രമാണം അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ നമ്മളിപ്പോ അങ്ങനല്ല. ന്യായപ്രമാണത്തിന്റെ എസെൻസ് എന്തായിരുന്നോ, ന്യായപ്രമാണം കൊണ്ട് എന്തായിരുന്നോ ദൈവം ഉദ്ദേശിച്ചത്, ന്യായപ്രമാണം ഒരു കുറെ വാക്കുകളുടെ അല്ലെ കുറെ തത്വസംഹിതകളല്ല. ഈ ന്യായപ്രമാണം പറഞ്ഞപ്പം മോശ മുഖാന്തരം ന്യായപ്രമാണം ഇസ്രായേലിന്റെ മുമ്പിൽ ദൈവം വെച്ചപ്പം അതിന്റെ യഥാർത്ഥ ആ ന്യായപ്രമാണത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരുന്ന അതിന്റെ ഉൾക്കാമ്പ് എന്താണോ അതാണ് ഇപ്പോൾ നമ്മൾ അനുസരിക്കുന്നത്. ഉദാഹരണത്തിന് അന്ന് വ്യഭിചാരം ചെയ്യരുത് എന്ന് മോശ മുഖാന്തരം കൽപ്പിച്ചു. അന്ന് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ നിയമാനുസൃതമല്ലാതെ ഇടപെടുന്നതിനായിരുന്നു വ്യഭിചാരം ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് ആ പ്രമാണം മാറിയിട്ടില്ല. ആ പ്രമാണം ഒന്നുകൂടെ കടുകട്ടിയാകുക. ഇന്ന് യേശു പറഞ്ഞു അങ്ങനെ ബന്ധപ്പെടുന്ന കാര്യമൊന്നുമല്ല. യേശു പറഞ്ഞു സ്ത്രീയെ മോഹദൃഷ്ടിയോടെ ഒരുത്തൻ നോക്കിയാൽ അവൾ വ്യഭിചാരം ചെയ്തു. ഒരു കൊലപാതകത്തിന്റെ കാര്യം, അന്ന് ഒരുത്തനെ പിടിച്ചോ കുത്തിയോ ചതച്ചോ എങ്ങനെ വെടിവെച്ചോ ഒക്കെ എങ്ങനെ കൊന്നാൽ മാത്രം ഇവൻ കൊലപാതകനാകത്തുള്ളൂ. ഇന്ന് ഒരുവൻ കൊലപാതകനാണെന്ന് ഒരുത്തന്റെ ജീവനെ അപഹരിക്കണമെന്നില്ല, ജീവൻ നഷ്ടപ്പെടുത്തണമെന്നില്ല. നേരെ മറിച്ച് സഹോദരനോട് കോപിച്ചാൽ ഇവൻ കൊലപാതകൻ. അപ്പൊ അന്നത്തേക്കാൾ കടുകട്ടിയാണ് ഇന്നത്തെ നിയമങ്ങൾ. എന്നാൽ അന്ന് ഈ നിയമങ്ങള് ഇവർക്ക് കൊടുത്തിട്ട് ഈ കൊടുത്ത നിയമങ്ങളെ ഇവർക്ക് അനുസരിപ്പാൻ കഴിയത്തക്ക വിധത്തിൽ യാതൊരു സംവിധാനങ്ങളും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഈ ന്യായപ്രമാണത്തെക്കാൾ കട്ടിയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിയമം അനുസരിക്കത്തക്ക രീതിയിൽ
നമ്മളെ പ്രാപ്തരാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം അയച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നത് നമുക്ക് പ്രാപ്തിയില്ലാത്ത കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ നമ്മളെ പ്രാപ്തരാക്കേണ്ടതിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ആ ചെയ്യുന്നത് അന്ന് മോശയുടെ ന്യായപ്രമാണം ഇസ്രായേൽ അനുസരിച്ചിരുന്നത് ആ കൽപ്പനകളെ ഭയന്നിട്ടാണ്. ആ കൽപ്പന ലംഘിച്ചാൽ അവർക്കുണ്ടാകുന്ന ശിക്ഷാവിധിയെ ഭയന്നിട്ടാണ് മോശയുടെ ന്യായപ്രമാണം ഇസ്രായേൽ ജനം അനുസരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇന്ന് യേശു ക്രിസ്തുവിന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നത് നമ്മളെ നരകത്തിൽ കൊണ്ടുപോകുമല്ലോ എന്നുള്ള ഭയം കൊണ്ടാണെങ്കിൽ അവൻ തീർച്ചയായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച് ദൈവമകനായി തീർന്നവനാണോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. ഇന്ന് യേശു ക്രിസ്തുവിന്റെ കൽപ്പനകളെ ഇന്ന് ഒരുവൻ അനുസരിക്കുന്നതിന്റെ ആവശ്യകത, അനുസരിക്കുന്നതിന്റെ കാരണം യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തമായിരിക്കാം. സ്നേഹമാണ്. യേശു ക്രിസ്തുവിനുള്ള സ്നേഹമാണ് യേശുവിന്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഒരുവനെ പ്രേരിപ്പിക്കേണ്ടത്. അങ്ങനെ യേശുവിനോടുള്ള സ്നേഹം നിമിത്തം യേശുവിന്റെ കൽപ്പനകൾ ന്യായപ്രമാണത്തെക്കാൾ ശക്തമായിട്ടുള്ളതാണ്. ആ കൽപ്പനകളെ അനുസരിക്കാൻ മനുഷ്യന് കഴിയത്തില്ല. അങ്ങനെ കഴിയാത്ത മനുഷ്യനെ കഴിവുള്ളവനാക്കി തീർക്കുന്നതാണ് യേശു ക്രിസ്തു. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം പകർന്നു. ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. അപ്പോ ദൈവം മോശയോട് സംസാരിച്ചപ്പോ ഈ കൽപ്പനകൾ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഈ കൽപ്പന മാറിപ്പോകുന്നതായിരുന്നു, നിലനിൽക്കുന്ന കൽപ്പനകളല്ലായിരുന്നു. അപ്പൊ ഈ നിലനിൽക്കാത്ത മാറിപ്പോകുന്ന ഈ കൽപ്പനകൾ മോശയോട് ദൈവം കൽപ്പിച്ചപ്പോൾ മോശയുടെ ത്വക്ക് ഇത്രത്തോളം പ്രകാശിച്ചെങ്കിൽ നിലനിൽക്കുന്നതായ പ്രമാണം എത്രത്തോളം ഗ്ലോറിയസ് ആയിരിക്കും. അപ്പോസ്തലൻ പൗലോസ് അത് ഭാഗത്ത് പറയുന്നു, മാറിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടിരുന്നു എങ്കിൽ നിലനിൽക്കുന്നതിന്റെ തേജസ് എത്ര മഹത്വമുള്ളതായിരിക്കും. അപ്പൊ മാറിപ്പോകുന്ന ന്യായപ്രമാണം ഇത്രമാത്രം തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ ഒരിക്കലും മാറിപ്പോകാത്ത നിലനിൽക്കുന്ന ഈ പുതിയ പ്രമാണം എത്രയോ തേജസ് ഉള്ളതായിരിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോ ഈ തേജസ്സുള്ള ഒരു സുവിശേഷമാണ് ഇന്ന് നമ്മൾ അനുസരിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ അനുസരിക്കുന്നതും അതിനുവേണ്ടി ശ്രമിക്കുന്നത് ഒരു തേജസ്സിന്റെ സുവിശേഷമാണ്. മറ്റേ തേജസ്സിന്റെ സുവിശേഷമായിരുന്നില്ല. എന്നിട്ട് പോലും ആ ഒരു അവർക്ക് വേണ്ടി ഈ ന്യായപ്രമാണം കൊടുത്തപ്പോൾ അതുപോലും ഇത്രത്തോളമെങ്കിലും തേജസ് ഉള്ളതായിരുന്നു എങ്കിൽ ഈ പുതിയ പ്രമാണം എത്രത്തോളം തേജസ് ഉള്ളതായിരിക്കും എന്ന് അപ്പോസ്തലൻ പൗലോസ് ഒരു കമ്പാരിറ്റീവ് താരതമ്യ പഠനത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ 34 അധ്യായത്തിന്റെ 29 അധ്യായം വാക്യമാണ് നമ്മൾ പറഞ്ഞപ്പോ അതിന്റെ 35 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്റെ 2ാമത്തെ വാക്യത്തില് 35 അധ്യായത്തിന്റെ 2ാമത്തെ വാക്യം വളരെ ശക്തമായ ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കും. 37 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 7 ദിവസം ശബത്ത് ആയിരിക്കണം എന്നൊരു പ്രമാണം. ഈ ശബത്ത് ആചരിക്കണം. ഇസ്രായേൽ ശബത്ത് ആചരിക്കും. ശബത്ത് 7ാമത്തെ ദിവസമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 7ാമത്തെ ദിവസത്തെ കുറിച്ച് വായിക്കുന്നത് 7ാമത്തെ ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു, ശബത്ത് ദിവസമായിരുന്നു. 7ാമത്തെ ദിവസം ദൈവത്തിന്റെ 7ാമത്തെ ദിവസമായിരുന്നു. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ 1ാമത്തെ ദിവസമായിരുന്നു. കാരണം 6ാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ഈ 7ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഇസ്രായേലിന് ഇന്നും അക്ഷരീയമായ പ്രമാണമായിട്ട് അവർ 7ാമത്തെ ദിവസം ശബത്ത് ആചരിക്കുന്നുണ്ട്. ആ ശബത്ത് ശനിയാഴ്ചയാണ്.
ആഴ്ചയിൽ ആ ശനിയാഴ്ച ശബ്ദ ദിവസമാണ്. ശബ്ദ ദിവസത്തിൽ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാതൊരു ജോലി ചെയ്യുന്നില്ല. ശബ്ദ ദിവസം തീ കത്തിക്കുന്നത് പോലുമില്ല, അല്ലെങ്കിൽ കുക്കിംഗ് ഇല്ല, തുണി നനയ്ക്കത്തില്ല, വണ്ടി ഓടിക്കത്തില്ല. ഈ ഏറ്റവും നമ്മൾ ചെയ്യുന്ന പോലെ ഈ മൊബൈൽ പോലും ഓണാക്കത്തില്ല. ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എന്തെങ്കിലും AC-യോ ഫ്രിഡ്ജോ ഫാനോ ഒക്കെ ഓൺ ചെയ്യണം പോലും ഞാൻ കേട്ടിട്ടുള്ളത് തലേ ദിവസം വേണമെങ്കിൽ അത് ഓൺ ചെയ്തിട്ടോണം, ശനിയാഴ്ച ദിവസം അത് ഓൺ ചെയ്യാൻ പാടില്ല. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഈ ശനിയാഴ്ച ദിവസം ശബത്ത് എന്ന് പറയും. നമ്മള് എസ്ര നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ ശബത്ത് ദിവസത്തില് യെരുശലേമിലേക്ക് കച്ചവടക്കാർ വരുമായിരുന്നു. യെരുശലേമിലേക്ക് കച്ചവടക്കാർ വരുമായിരുന്നു. അവര് ശബത്ത് ദിവസത്തിൽ കച്ചവടക്കാര് യെരുശലേമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അവര് വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ഈ യെരുശലേമിലെ വാതിലുകളെല്ലാം അടയ്ക്കുമായിരുന്നു. ശനിയാഴ്ച. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു, ഈ ശനിയാഴ്ച ശബത്ത് ദിവസം യാതൊരു ചുമടും ചുമന്നുകൊണ്ട് ആരും യെരുശലേമിൽ പ്രവേശിച്ചുകൂടാ എന്നതാണ് പ്രമാണം. ഒരു ചുമട് ചുമക്കാൻ പാടില്ല. ഈ ശനിയാഴ്ച ദിവസം ശബത്ത് ദിവസം ചുമടൊന്നും എടുക്കരുത് ആരും. യാതൊരു ചുമടും ചുമന്നുകൊണ്ട് ഒരുത്തനും യെരുശലേമിൽ കയറാൻ പറ്റത്തില്ല. ഇതിന്റെ ആത്മീയ വശമാണ്. നമ്മളെ എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ആ പുതിയ യെരുശലേമിലേക്കാണ്. ആ യെരുശലേമിലേക്ക് ഒരുത്തൻ കടക്കണമെങ്കിൽ യാതൊരു ചുമടും കൊണ്ട്, എന്തെങ്കിലും ചുമടും കൊണ്ട് ആ ചുമടും ചുമന്നുകൊണ്ട് പുതിയ യെരുശലേമിലേക്ക് ആർക്കും കടക്കാൻ പറ്റത്തില്ല, കടക്കാൻ പാടില്ല, കടക്കാൻ കഴിയത്തില്ല. എല്ലാ ചുമടും അതിൻ്റെ ഇപ്പുറത്ത് ഒഴിവാക്കി പോകണം. യാതൊരു ചുമടും ചുമന്നുകൊണ്ട് യെരുശലേമിൽ കടക്കാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ശക്തമായ പ്രമാണം മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിന് കൊടുത്തിരുന്നു. ശബത്ത് ദിവസം യാതൊരു ചുമടും ചുമന്നുകൊണ്ട് ആരും യെരുശലേമിൽ പ്രവേശിച്ചില്ല. അപ്പൊ ഒരുത്തന്റെ തല ചുമടുണ്ട്. എന്താ ചെയ്യുന്നത്? അതിനാ യേശു ആഹ്വാനം ചെയ്തത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പൊ ഈ കോളിംഗ്, ഈ വിളി, യേശുവിന്റെ ഈ വിളി 2000 വർഷത്തിന് മുമ്പുള്ളതല്ല, മാത്രമല്ല അത് എന്നും നിലനിൽക്കുന്നതാണ്. ഇന്നും യേശുവിന്റെ ആ വിളി ഈ ലോകത്തിൽ നിലനിൽക്കുന്നു. എന്താ വിളി? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് എല്ലാവരും എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചിട്ട് ആ പുതിയ യെരുശലേമിലേക്ക്, ആ യെരുശലേമിലേക്കുള്ള പ്രവേശനം വളരെ സുഗമമായി സാധിക്കാൻ തക്കവണ്ണം ഇതാ ഞാനൊരു പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ആർക്കും ഈ ചുമടെല്ലാം ഒഴിവാക്കിയിട്ട് എൻ്റെ പിന്നാലെ വന്നാൽ യെരുശലേമിൽ പ്രവേശിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ബാക്കി ഭാഗം ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാമെന്ന് ആശിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാണ്.